സുനിത വില്യംസ് എന്ന പേര് ഇന്ന് ലോകമെമ്പാടും സുപരിചിതമാണ്. 1975 അമേരിക്കയിലെ ഓഹിയോയിൽ ജനിച്ച സുനിത ഇന്ത്യൻ വംശജനായ ദീപക് നാഗേന്ദ്ര വില്യംസിന്റെയും സ്ലൊവേനിയൻ വംശജയായ ബോണി വില്യംസിന്റെയും മകളാണ്. ചെറുപ്പം മുതലേ ആകാശത്തോടുള്ള ആകർഷണമാണ് സുനിതയെ വ്യോമസേനയിലേക്ക് നയിച്ചത്. നാവികസേനയിൽ ഹെലികോപ്റ്റർ പൈലറ്റായിരുന്ന സുനിത പിന്നീട് നാസയുടെ ബഹിരാകാശ യാത്രിക സെലക്ഷനിൽ തിരഞ്ഞെടുക്കപ്പെടുകയും 2006 ആദ്യമായി ബഹിരാകാശത്തിലേക്ക് പോവുകയും ചെയ്തു. തുടർന്നും 2012 വീണ്ടും ബഹിരാകാശമേറി സുനിത വനിതകളിൽ ഏറ്റവും കൂടുതൽ സ്പേസ് വോക്ക് നടത്തിയ വ്യക്തിയായി. ഇപ്പോൾ ഇതാ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ച രണ്ടാമത്തെ അമേരിക്കൻ വനിത കൂടിയാണ്. ബഹിരാകാശ യാത്ര ചരിത്രമാക്കിയ മടങ്ങിവരവായിരുന്നു സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും. 21 ദിവസമായി മാത്രം ഉദ്ദേശിച്ചിരുന്ന യാത്ര ഒടുവിൽ 9 മാസം നീണ്ടു. എന്നാൽ സാങ്കേതിക തകരാറുകൾ പ്രതിസന്ധിയിലാക്കി. അങ്ങനെ മിഷൻ നീണ്ടുപോയി. ഒടുവിൽ 2025 മാർച്ച് 18 സ്പേസ് എക്സ് ക്രൂവിന്റെ ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ അവർ സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ദിവസങ്ങൾ ബഹിരാകാശത്ത് ചിലവഴിച്ച വനിത എന്ന റെക്കോർഡ് സുനിത സ്വന്തമാക്കിയിരിക്കുകയാണ്. സുനിതയുടെയും ബുച്ച് വിൽമോറിന്റെയും തിരിച്ചുവരവ് ലോകം മുഴുവൻ ആഘോഷമാക്കി കഴിഞ്ഞു, പ്രത്യേകിച്ച് ഇന്ത്യ. ഇത് വെറും ഒരു മിഷനല്ല, ഇത് മനുഷ്യനും സ്പേസും തമ്മിലുള്ള ഒരു ബന്ധമാണ്, ഒരു ചരിത്രമാണ്.